എല്ലാവർക്കും നമസ്കാരം. എഡ്യൂ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഡിക്കൽ ഫീൽഡിൽ ഇന്ന് വളരെയധികം ഡിമാൻഡ് ഉള്ളതും എന്നാൽ പലർക്കും കൃത്യമായ വ്യത്യാസം അറിയാത്ത 3 കോഴ്സുകളാണ് BSc റേഡിയോളജി അഥവാ BSc MIT, BSc റേഡിയോതെറാപ്പി, പിന്നെ BSc ന്യൂക്ലിയർ മെഡിസിൻ. ഈ 3 റേഡിയോളജി കോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ലഭിക്കുക? അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഒരുപോലെ അലട്ടുന്ന ചില ചോദ്യങ്ങളാണ്: ജോലി സേഫാണോ, റേഡിയേഷൻ അടിക്കുമോ തുടങ്ങിയവ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പേഷ്യന്റ് കെയറിൽ ഈ 3 കോഴ്സുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. BSc റേഡിയോളജി അഥവാ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. റേഡിയോളജി പ്രധാനമായും രോഗനിർണയത്തിനാണ് മുൻഗണന നൽകുന്നത്. എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയവ ഉപയോഗിച്ച് ശരീരത്തിനുള്ളിലെ രോഗങ്ങളും പ്രശ്നങ്ങളും കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായി BSc റേഡിയോതെറാപ്പി. ഇതൊരു ചികിത്സാ രീതിയാണ്, അതായത് ഡയഗ്നോസിസ് പ്രോസസ് അല്ല. ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് റേഡിയോതെറാപ്പിയിൽ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കോഴ്സായ BSc ന്യൂക്ലിയർ മെഡിസിൻ എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ മെഡിസിൻ രോഗനിർണയവും ചികിത്സയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ രോഗിയുടെ ഉള്ളിലേക്ക് നൽകി അവയവങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി ഈ 3 കോഴ്സുകളുടെയും ജോലി സാധ്യതകൾ നോക്കാം. ഈ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രധാന കരിയർ റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. BSc റേഡിയോളജി അഥവാ BSc MIT കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യാവുന്നതാണ്. എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയ അത്യാധുനിക മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നത് റേഡിയോഗ്രാഫർ ആയിരിക്കും. BSc റേഡിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റേഡിയോതെറാപ്പി ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. ക്യാൻസർ രോഗികൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന കൃത്യമായ അളവിൽ റേഡിയേഷൻ ചികിത്സ നൽകുന്നത് റേഡിയോതെറാപ്പി ടെക്നോളജിസ്റ്റാണ്. BSc ന്യൂക്ലിയർ മെഡിസിൻ കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യാം. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക, അതുപയോഗിച്ചുള്ള പെറ്റ് സ്കാൻ പോലുള്ള സ്കാനിങ്ങുകൾ നടത്തുക, ഇതൊക്കെയാണ് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ഇനി ചിലർ ഭയപ്പെടുന്ന പോലെ റേഡിയേഷനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി റേഡിയേഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം. പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങളിലൂടെയുള്ള ഊർജ്ജത്തിന്റെ പുറന്തള്ളലിനെയാണ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് പ്രകൃതിദത്തമായും മനുഷ്യനിർമ്മിതമായും നമുക്ക് ചുറ്റുമുണ്ട്. ലോകമെമ്പാടുമുള്ള മെഡിക്കൽ രംഗത്ത് എക്സ്റേകളും മറ്റ് വികിരണങ്ങളും വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഡിയേഷൻ മേഖലയിൽ ജോലി ചെയ്താൽ ടെക്നോളജിസ്റ്റുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? റേഡിയേഷൻ അപകടകാരിയാണെന്ന ധാരണ പൊതുവെ ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ആശുപത്രികളിൽ പാലിക്കുന്നത്. അതിനാൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, നിയന്ത്രിതമായ ഉപയോഗം. ആശുപത്രികളിലും ലാബുകളിലും റേഡിയേഷൻ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള തികച്ചും സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണ്. രണ്ടാമത്, സുരക്ഷാ കവചങ്ങൾ. അതായത് ജോലി ചെയ്യുന്ന സമയത്ത് ടെക്നോളജിസ്റ്റും റേഡിയോളജിസ്റ്റും ഉൾപ്പെടെ ലെഡ് ആപ്രണുകൾ, തൈറോയ്ഡ് ഷീൽഡുകൾ എന്നിവ നിർബന്ധമായി ഉപയോഗിക്കാറുണ്ട്. ഇത് റേഡിയേഷൻ ശരീരത്തിലേക്ക് ഏൽക്കുന്നത് പൂർണ്ണമായും തടയുന്നു. മൂന്നാമതായി, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ. ഒരു ടെക്നോളജിസ്റ്റിന് എത്രത്തോളം റേഡിയേഷൻ ഏൽക്കുന്നുണ്ടെന്ന് കൃത്യമായി അളക്കാൻ TLD ബാഡ്ജുകൾ ധരിക്കാറുണ്ട്. അനുവദനീയമായ പരിധി കടക്കാതിരിക്കാൻ ഈ ബാഡ്ജുകൾ സഹായിക്കും. ചുരുക്കത്തിൽ, റേഡിയോളജി കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ റേഡിയേഷനെ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്. രോഗനിർണയത്തിനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കും റേഡിയേഷൻ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഭയങ്ങൾ മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടെ ഈ മികച്ച പഠന മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. മാത്രമല്ല, ഇന്ത്യയിലും വിദേശത്തും വളരെയധികം ജോലി അവസരങ്ങളും മികച്ച വേതനവുമാണ് റേഡിയോളജി കോഴ്സുകൾ കഴിഞ്ഞാൽ ലഭിക്കുന്നത്. മികച്ച സ്ഥാപനങ്ങളിൽ നിന്നും BSc MIT കോഴ്സ് പൂർത്തിയാക്കിയ ഫ്രഷേഴ്സിന് തുടക്കത്തിൽ തന്നെ 35,000 രൂപ മുതൽ 45,000 രൂപ വരെയും, റേഡിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞവർക്ക് 45,000 മുതൽ 65,000 രൂപ വരെയും, ന്യൂക്ലിയർ മെഡിസിൻ കഴിഞ്ഞവർക്ക് 70,000 രൂപ മുതൽ 90,000 രൂപ വരെയും ഇന്ത്യയിൽ തന്നെ ശമ്പളം ലഭിക്കുന്നതുകൊണ്ട്. ഈ 3 കോഴ്സുകളും എവിടെ പഠിക്കാം, ഫീസ് എത്ര, എങ്ങനെ അഡ്മിഷൻ നേടാം തുടങ്ങിയ ഓരോ കോഴ്സിനെയും കുറിച്ചുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അത് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എഡ്യൂക്കേഷൻ, കരിയർ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.